എന്നോടൊരു ദിവസം ഒരു അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, 19 വയസ്സുള്ള മകൻ ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുകയാണ് സാർ. ഇതേപോലെയാണ് ഇവർ പറയുന്നു, ഇപ്പോൾ പൈസ അടച്ചെങ്കിലേ ഓപ്പറേഷൻ പറ്റുള്ളൂ സാർ, ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അടുത്ത വാചകമാണ് വല്ലാണ്ടായി പോയത്. എനിക്ക് തന്നെ, നമ്മൾ പോലും വല്ലാണ്ട് നടുങ്ങിപ്പോകുന്നു. ആ ആൾ പറയുകയാണ്, സാർ ഞാൻ എൻ്റെ കിഡ്നി വേണമെങ്കിൽ കൊടുക്കാമെന്ന് അവർക്ക് ഉറപ്പിന് വേണ്ടി, എനിക്ക് വേറെ ഒന്നും ഒരു ഉറപ്പായിട്ട് പറയാനില്ല, എൻ്റെ കിഡ്നി കൊടുത്തിട്ട് പോകാം എന്ന് ഞാൻ ഇവർക്ക് വേണമെങ്കിൽ ഗ്യാരണ്ടി കൊടുത്ത് ഏത് മുദ്രപത്രത്തിലും ഒപ്പിടാം. സാറേ എനിക്കൊരു മോനേ ഉള്ളൂ, എനിക്ക് അവനെ നഷ്ടപ്പെടാനൊക്കില്ല, സാർ ഇടപെടണം എന്ന് പറഞ്ഞു. ഒരു 19കാരൻ എൻ്റെ വീട്ടിലും നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആ അച്ഛൻ പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിക്കാൻ കഴിയുകയെന്ന് എനിക്കന്നുണ്ടായ ധർമ്മസങ്കടം എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപകടത്തിൻ്റെ രംഗത്തേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ തകർന്നു പോകും. രാത്രി നേരത്തെ അല്ലെങ്കിൽ ഏത് നേരത്തായാലും നമ്മൾ അറിയുകയാണ് ഒരു അപകടം പറ്റി. എന്തു പറ്റില്ല, കരഞ്ഞു കൂവി വിളിച്ചല്ലേ നമ്മൾ കിട്ടുന്നതും വാരി എടുത്തൊടുത്തൊരു വണ്ടിയും വിളിച്ചിട്ട് ഈ ആശുപത്രിയിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോഴാണ് വീണ്ടും അടുത്ത സമ്മർദ്ദത്തിലേക്ക് നമ്മളാവുന്നത്. പണം ഉണ്ടാക്കുക. ഇപ്രാവശ്യം ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിനൊരു പരിഹാരം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടായി. ആ ബജറ്റിനകത്ത് KN ബാലഗോപാൽ ആ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഈ കേരളത്തിലുണ്ടാവുന്ന ഏത് അപകടമുണ്ടായാലും ആ അപകടത്തിൽ ഒരാൾ പരിക്കുപറ്റി മെഡിക്കൽ കോളേജിലോ സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെടുന്ന ഏറ്റവും വലിയ ആശുപത്രികളിലും ഒരാളെ പ്രവേശിപ്പിച്ചാൽ ആദ്യത്തെ 5 ദിവസത്തെ ചികിത്സ സമ്പൂർണമായി സൗജന്യമായിരിക്കും എന്ന് ഈ മനുഷ്യൻ പ്രഖ്യാപിച്ചപ്പോൾ അന്നുള്ളിലുണ്ടായ സന്തോഷം ചെറുതല്ല. ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയ ആളിനെ വിട്ടുകഴിഞ്ഞാൽ ആ ആശുപത്രിക്കാരോട് പറയുകയാണ്, നിങ്ങളങ്ങ് സൗജന്യമായി ചെയ്യണം. അല്ല, ആദ്യത്തെ 5 ദിവസത്തെ പൈസ കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുക്കും, ഈ ഖജനാവിൽ നിന്ന് കൊടുക്കും എന്നാണ് ഈ മനുഷ്യൻ KN ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിച്ചെന്ന് പറഞ്ഞത്. ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്ന, ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ പദ്ധതി നടപ്പിലാക്കുന്നതോ? അതാണ്. അത്രമേൽ കൃഷി വകുപ്പിന് ഇച്ചിരി കൂട്ടി തന്നിട്ടുണ്ട്, എൻ്റെ മണ്ഡലത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. എനിക്കതിനേക്കാൾ സന്തോഷം. ഈ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് നമ്മുടെ കേരളത്തിൽ ദൃശ്യമായത്. അതിനു മുമ്പ് ഒരു 5 കൊല്ലക്കാലം 2011 മുതൽ 16 വരെയുള്ള വർഷമാണ്. അന്ന് കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിന് നയിച്ചത് UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മുന്നണിയാണ്. ആ 5 കൊല്ലക്കാലം കേരളത്തിൽ എന്ത് വികസനമാണ് നടന്നത്, എന്ത് ക്ഷേമ പ്രവർത്തനമാണ് നടന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു നാട് ഗൗരവതരമായി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ അഭിപ്രായം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ജാഥാ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2011 മുതൽ 16 വരെയുള്ള 5 വർഷക്കാലം ഒരിടത്തും ഒരു തലത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടന്നതേയില്ല. എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പം നാഷണൽ ഹൈവേയുടെ പണി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേയും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? ചോദ്യം പ്രസക്തമാണ്, സത്യവുമാണ്. പക്ഷെ എന്നാൽ ആ നാഷണൽ ഹൈവേയുടെ പണി നേരത്തെ നടക്കാതിരിക്കുകയും ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. 2011-16 ഗവൺമെൻറ് കാലത്ത് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള യാതൊരു ശ്രമവും അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതേയില്ല. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ച്, ദേശീയപാത ഉപേക്ഷിച്ചില്ല, ദേശീയപാതയുടെ നവീകരണവും ആ ദേശീയപാതയുടെ വികസനവും എന്ന കാര്യം ഉപേക്ഷിച്ച് ഏതാണ്ട് ഹൈവേയുടെ ഓഫീസുകൾ പൂട്ടി അവരെല്ലാം മടങ്ങി. 2016 സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എത്തിയതിന് ശേഷം വീണ്ടും നിവേദനങ്ങളുമായി ഡൽഹിയിലേക്ക് പോകുന്നു. സഖാവ് ബാലഗോപാൽ അടക്കമുള്ളവർ നിരവധി തവണ ഡൽഹിയിലേക്ക് എത്തുന്നു. ആവശ്യങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുന്നു. ഒഴിവാക്കാൻ വേണ്ടി അവരൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിന് പണം മുടക്കണമെങ്കിൽ നിങ്ങൾ കൂടി പണം മുടക്കുന്ന അവസ്ഥയുണ്ടാവണം എന്ന്. ഇതാദ്യമായി നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ്. ഇന്ത്യയിൽ വേറെ എവിടെയും ദേശീയപാതയ്ക്ക് വേണ്ടി പണം കൊടുക്കണമെന്ന് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ആരും കൊടുത്തിട്ടുമില്ല. ഇങ്ങനെയുള്ളൊരു രീതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പിൻവാങ്ങിപ്പൊയ്ക്കോളും എന്നായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ധരിച്ചത്. എന്നാൽ കേരളം പറഞ്ഞു, ഈ റോഡ് ഉടമസ്ഥാവകാശം നിങ്ങളുടെയാണെങ്കിലും ഇത് നിൽക്കുന്നത് ഞങ്ങളുടെ കേരളത്തിലാണ്,
നാടിൻ്റെ വികസനത്തിന് റോഡ് ഗതാഗതം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യമല്ലാതെ റോഡിങ്ങനെ കിടന്നാൽ ആളുകളുടെ സഞ്ചാരവും ചരക്ക് ഗതാഗതവും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലായിത്തീരുമ്പോൾ കേരളം തന്നെയും ബുദ്ധിമുട്ടിലേക്ക് എത്തും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടി പണം മുടക്കാം എന്ന് പറഞ്ഞു. എത്രയാണ് ആ പണം മുടക്കിയത് എന്നറിയുമോ? ഏതാണ്ട് 7,000 കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് മുടക്കേണ്ടി വന്നു. ചെറിയ കണക്കല്ല, ചെറിയ കാര്യവുമല്ല അത്. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ നാഷണൽ ഹൈവേ നടക്കുന്നത്. വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തിൽ പണ്ട് UDFിൻ്റെ കാലത്ത് ഇടപെടൽ ഫലപ്രദമായി നടന്നിരുന്നു എങ്കിൽ അന്ന് ഈ കാര്യം നടക്കുമായിരുന്നു. ഈ പണവും കൊടുക്കേണ്ടി വരികയില്ലായിരുന്നു. കേരളത്തിനൊരു ബാധ്യതയായെങ്കിൽ പോലും. പക്ഷെ എന്നാൽ ആ വികസനം കേരളത്തിലെ LDF ഗവൺമെൻറ് ഏറ്റെടുത്തു. വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് അംഗീകാരം നൽകുന്നതിലേക്ക് എത്തി. ആ റെയിൽപാത സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെയിൽവേക്ക് വേണ്ടിയിട്ട് സംസ്ഥാനം പണം മുടക്കും എന്നും ഒരു ധാരണയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ അതിനു വേണ്ടി പണം മുടക്കുന്ന തരത്തിലേക്ക് എത്തി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഞങ്ങൾ രണ്ടു കൂട്ടരും തുല്യാതുല്യം പണം മുടക്കാം എന്ന് പറയുമ്പോഴും പറഞ്ഞറിയോ, നിങ്ങൾ വസ്തുവൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കിയിട്ടാൽ ഞങ്ങൾ പിന്നീടാവും. അതിൻ്റെ പേരിലും മാറുന്നില്ല. നാട്ടിൽ ഈ വികസനം എത്തിയേ മതിയാവുകയുള്ളൂ. അതിനടിസ്ഥാനത്തിൽ അതിനും പണം മുടക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇന്നത്തെ പത്രത്തിലുൾപ്പെടെ ആ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങൾ സാധ്യമാക്കാൻ കഴിഞ്ഞ നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ഈ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായതാണ്. ഈ കേരളത്തിലെ ക്ഷേമകാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നോക്കും. ക്ഷേമകാര്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുക സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കാര്യം തന്നെയാണ്. ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് തുടങ്ങിയത്. 45 രൂപയ്ക്ക് പണ്ടത്തെ കാലത്ത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ VK നായനാരുടെ ഗവൺമെൻറ് കാലത്തെടുത്ത തീരുമാനത്തിൽ തുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ പടിപടിയായി ഉയർന്ന് വർദ്ധിച്ച് എണ്ണം കൂടി കൂടുതൽ ആളുകളിലേക്ക് എത്തി ഇന്ന് കേരളത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നായി മാറി. ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെ ഒരു താരതമ്യം ഇക്കാര്യത്തിലും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. 2011-16 കോൺഗ്രസ് ഗവൺമെൻറ്, UDF ഗവൺമെൻറ്, അന്ന് അവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപ കൊടുക്കുന്നതോ ഒരു 25 ലക്ഷത്തോളം പേർക്ക് മാത്രം. കൊടുക്കുന്നതോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു തെറ്റ് എനിക്കും പറ്റുന്നു. അതെല്ലാം കൃത്യമായി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. 18 മാസത്തെ കുടിശ്ശികയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. 18 മാസത്തെ കുടിശ്ശികയുമായിട്ട് ആ ഗവൺമെൻറ് നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ LDF കേരളത്തിൽ അധികാരത്തിലെത്തി. എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവസ്ഥ. 10-22 ലക്ഷം പേർക്ക് പെൻഷൻ എന്ന് പറയാനുണ്ട്. പക്ഷേ 18 മാസമായി ആ പെൻഷൻ കൊടുത്തിട്ട് ആളുകൾക്ക് കിട്ടിയിട്ട് ആ ഗവൺമെൻറ് തീരുമാനിക്കുന്നു, പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഒന്നാമത്തെ ഗവൺമെൻറ് തീരുമാനിക്കുന്നു, ഈ പെൻഷൻ്റെ കുടിശ്ശിക മുഴുവൻ തീർക്കണം എന്ന് തീരുമാനിച്ചു. മുഴുവൻ കുടിശ്ശികയും തീർത്തു. ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചു. 1000 ആക്കി, പിന്നെ 1600 1600 ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. എന്താ ബുദ്ധിമുട്ട്? നമ്മുടെ വരവിനകത്ത് പൈസ കുറയുകയാണ്. കുറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം, നമുക്ക് ലഭ്യമാവേണ്ടുന്ന പണം ലഭ്യമാവുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ വല്ലാണ്ട് ഞെരുക്കുന്നു. കിട്ടാനുള്ള പൈസകൾ, തരേണ്ട പൈസകൾ പോലും തരാതിരിക്കുന്നു. വലിയ പ്രയാസമായി, പ്രതിസന്ധിയായി. എന്നാൽ കടമെടുത്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ മണ്ടയ്ക്ക് പിടി വീഴുന്നു. ഈ പ്രയാസമെല്ലാം അനുഭവിക്കുന്ന ഇടയ്ക്ക് 2-3 മാസത്തെ പെൻഷൻ്റെ പൈസ കുടിശ്ശികയായി. എന്തൊരു പുകിലായിരുന്നുവെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. ഒരമ്മച്ചി ചട്ടിയും കലവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി. മാധ്യമങ്ങൾ മുഴുവൻ അതിൻ്റെ ചർച്ച, കോൺഗ്രസ് മൊത്തം അതിൻ്റെ പിന്നാലെ, എല്ലാവരും അതിൻ്റെ പിന്നാലെയായിരുന്നു. അമ്മച്ചി ഒരുപാട് പുലഭ്യം പറഞ്ഞു. പിണറായി വിജയനെ, KN ബാലഗോപാലിനെ, ഞങ്ങളെ ആരെയും വിട്ടില്ല, മുഴുവൻ മന്ത്രിമാരെയും മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് പ്രാകുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതൊക്കെയായിരുന്നു. ഇത് കണ്ടപ്പോൾ കൈയടിക്കാൻ കുറെ ആൾക്കാരും അവർ പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, നിങ്ങൾ ഈ പെൻഷൻ കൊടുക്കുകയില്ല, തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ ഈ കുടിശ്ശികയും തീർക്കും, ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. VD സതീശൻ വീണ്ടും പറഞ്ഞു, ഒരു കാലത്തും നിങ്ങൾ ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല, ഒരു കാലത്തും നിങ്ങളിത് കൂട്ടാനും പോകുന്നില്ല, നിങ്ങൾ ഉള്ളത് കൊടുക്കാനും പോകുന്നില്ല, നിങ്ങൾ തകർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു, ഈ കുടിശ്ശിക
ഞങ്ങൾ തീർക്കുകയും ചെയ്യും, ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നു, ഇതിൽ ആര് പറഞ്ഞതാണ് കേരളത്തിൽ ശരിയായത്? വി ഡി സതീശൻ പറയുന്നു ഇത് ഒരിക്കലും കൊടുക്കൂല, വർദ്ധിപ്പിക്കുകയുമില്ല. പിണറായി വിജയൻ പറയുന്നു കുടിശ്ശിക കൊടുത്തു തീർക്കുകയും ചെയ്യും, വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിലാര് പറഞ്ഞതാണ് കേരളത്തിൽ ശരിയായി തീർന്നത്? കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തും. ഇപ്പോൾ പെൻഷൻ 2000 രൂപയാണ്. ഈ പെൻഷൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ചേർത്തലയിൽ എല്ലായിടത്തും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അത് തന്നെ ആയിരിക്കും കൊട്ടാരക്കരയിൽ ഉണ്ടാവുക. പെൻഷൻ ആർക്കെങ്കിലും ഒരാൾക്ക് കുടിശ്ശിയുണ്ടോ? ഇന്ന് ഈ 2026 എത്തി നിൽക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ട്, ഈ നാട്ടിലേവരോടും ചോദിക്കാൻ നമുക്ക്, അത് LDFന്റെ മെച്ചമാണ്. ഏതെങ്കിലും ഒരാൾക്ക് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കൈകളും ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാനുണ്ട് എന്ന് പറയുകയില്ല. എത്ര പേർക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്? 62 ലക്ഷത്തോളം പേർക്ക് ഈ പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കുന്നുണ്ട്. ബാലഗോപാൽ ഇടയ്ക്കെല്ലാം ആ കണക്ക് പറയാറുണ്ട്. ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും ആ കണക്ക് പറഞ്ഞു. ഈ 5 കൊല്ലം കൊണ്ട് മാത്രം 2021 മുതൽ 26 വരെ പെൻഷൻ കൊടുത്തേക്കുന്ന കണക്ക് 50,000 കോടിയായി. ഈ മാസം കൂടുതൽ ചേർത്താവും. കണക്ക് പറയുമ്പോൾ സമയം പറയുമ്പോൾ 48,500 ആയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 2000 ആണെന്നുള്ളത് കൊണ്ട് ഏതാണ്ട് ഒരു 1,500 കോടിയോളം രൂപ നമുക്ക് ഒരു മാസമുണ്ട്. 50,000 കോടി രൂപ പെൻഷൻ കൊടുക്കും. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 2016-21 കാലത്ത് 35,000-ഓളം കോടി രൂപയാണ് പെൻഷന് വേണ്ടി കൊടുത്തത്. ഈ ഗവൺമെൻറ് കാലത്ത് കൊട്ടാരക്കരയിൽ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തയച്ച സഖാവ് KN ബാലഗോപാൽ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ഈ കാലത്ത് ഈ ധനകാര്യമന്ത്രിയിലൂടെ കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിയ തുക 50,000 കോടിയാണ് എന്നുള്ളത് ഈ കേരളത്തിനും ഇന്ത്യക്കും സർവകാല റെക്കോർഡാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സമാനമായ ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ടോ? 56 ഇഞ്ചിൻ്റെ നെഞ്ചളവും കൊണ്ട് നിൽക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന നിലയിൽ സ്വന്തം നാടെന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്ന ഗുജറാത്തിലോ ഒരു സന്യാസി തന്നെ അധികാര രംഗത്ത് അമർന്നിരിക്കുന്ന UPയിലോ എവിടെയെങ്കിലും ഈ തരത്തിൽ പെൻഷനുണ്ടോ? 5 കൊല്ലം 50,000 കോടി രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു എന്ന് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന് പറയാൻ കഴിയുമെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമെന്നാണ്, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പേര് LDF ഗവൺമെൻറ് എന്നാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കർണാടകം കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു പെൻഷനുണ്ടോ? വേറെയും ചില സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ, കുറവേ ഉള്ളൂ. പക്ഷെ അവിടെ എവിടെയെങ്കിലും ഇതേപോലെ പെൻഷനുണ്ടോ? എന്നിട്ട് വേണം ഇവർ നിന്നിട്ട് LDFനെതിരായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടും പറയാൻ എന്ന് ആലോചിച്ച് നോക്കുക. ഇനിയും എത്ര കഥകൾ പറയാനുണ്ട്. ബാലഗോപാൽ ഇത്തവണത്തെ ബജറ്റിൽ വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തി. ഞാനൊക്കെ അതിൻ്റെ അനുഭവസ്ഥരാണ്, ഇതിൻ്റെ മറ്റു ഇടങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത്. അത് ആശമാരുടെ കാര്യമാണ്. ആശമാർ എന്തൊരു പുകിലായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ. SUCയുടെ മുൻകൈയിൽ സമരങ്ങളുണ്ടായി. കുറച്ച് ആശമാർ, മറ്റു സ്ത്രീകൾ എല്ലാവരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സമരത്തിൻ്റെ വേലിയേറ്റം തീർക്കാൻ വേണ്ടി നോക്കി. വലിയ പിന്തുണയും പിൻബലങ്ങളും. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പർവ്വതാഗ്രത്തിൽ കയറി നിൽക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും കൂടി രംഗത്തേക്ക് ഇറങ്ങി. ആശമാരെ അവഗണിക്കുകയാണ്, ആശമാരെ പരിഗണിക്കുന്നതേയില്ല. ആശമാർക്ക് കൊടുക്കുന്നതിന് കണക്കെല്ലാം കൂടി ഞാൻ പറയാൻ വരുമ്പോഴുന്നില്ല. 2 തരത്തിലാണ് ആശമാർക്ക് അവരുടെ ആനുകൂല്യം കിട്ടുന്നത്. ഒന്ന് ഓണറേറിയമാണ്, മറ്റൊന്ന് ഇൻസെൻറ്റീവാണ്. ഓണറേറിയം നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ സമരമൊക്കെ വരുന്ന സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു 7,000 രൂപയാണ്. ഒരു 4,000 രൂപയോളം ഇപ്പം ഇൻസെൻറ്റീവ്, അന്ന് 3,000 രൂപ ഇൻസെൻറ്റീവും കിട്ടുന്നുണ്ട്. ഈ 7,000 രൂപ ആര് കൊടുക്കുന്നതാണ്? 7,000 രൂപ പൂർണ്ണമായി സംസ്ഥാനം കൊടുക്കുന്നതാണ്. പിന്നെ വരുന്നത് 3,000 രൂപയാണ്. ആ 3,000 രൂപ ആര് കൊടുക്കുമെന്ന് ചോദ്യത്തിന് ചിലപ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുമായിരിക്കും ആ 3,000വും കേന്ദ്രം കൊടുക്കുന്നതാണെന്ന്. അല്ല, ആ 3,000-ൻ്റെ 60% കേന്ദ്രം തരും. എന്ന് വെച്ചാൽ 1,800 രൂപ. 40% കേരളം കൊടുക്കണം. എന്ന് വെച്ചാൽ 1,200 രൂപ. രണ്ടും കൂടി കണക്കെടുത്ത് നോക്കിയാൽ 8,200 രൂപ കേരളം കൊടുക്കും, 1,800 രൂപ കേന്ദ്രം കൊടുക്കും. ഇതായിരുന്നു രീതിയെല്ലാം. ഇതിനകത്ത് ഇത്രയും പൈസ കൊടുക്കുന്നതിനിടയ്ക്ക് ആരാണ് ഇതിനകത്തെ പൈസ ഒന്ന് കൂട്ടി നൽകേണ്ടത്?
സ്വാഭാവികമായും ഒറ്റ ഉത്തരമാണ്. 8200 രൂപ കൊടുക്കുന്ന ഈ കേരളമാണോ കൂട്ടേണ്ടത്? 1800 രൂപ മാത്രം കൊടുക്കുന്ന ഈ കേന്ദ്രമാണോ കൂട്ടേണ്ടത്? എല്ലാവർക്കും മനസ്സിലാകുന്ന ഉത്തരം കേന്ദ്രമാണ് കൂട്ടേണ്ടത് എന്നാണ്. എന്നാൽ ശ്രീ VD സതീശന് അത് ബോധ്യപ്പെടില്ല, SUCIക്കാർക്ക് അത് ബോധ്യപ്പെടില്ല, ആശമാരുടെ സമരം സംഘടിപ്പിക്കാൻ സെക്രട്ടറി വന്നവർക്ക് അവർക്കാർക്കും അത് ബോധ്യപ്പെടുന്നില്ല. അവർ പറഞ്ഞു കേരളം തന്നെ കൂട്ടിക്കൊടുത്തേക്കത്തുള്ളൂ, ഞങ്ങൾക്ക് അവരോടും ചോദിക്കാൻ പറ്റുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. മുരളീധരൻ അവിടെ പോയി പ്രസംഗിക്കുന്നു, കുമ്മനം രാജശേഖരൻ അവിടെ പോയി പ്രസംഗിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരൻ അവിടെ പോയി പ്രസംഗിക്കുന്നു. എന്തിനേറെ ഒരു കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹവും പോയി പ്രസംഗിക്കുന്നു. കേരളം കൂട്ടണം എന്നാണ് പറഞ്ഞതെല്ലാം. നമ്മൾ പറഞ്ഞു ഒരു സമിതിയെ വെക്കും, പഠിക്കും, സാമ്പത്തിക സ്ഥിതി നമുക്ക് നല്ലവണ്ണം വരുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റും, കൊടുക്കും എന്ന് പറഞ്ഞു. ശ്രീ VD സതീശൻ നിയമസഭയ്ക്കകത്തും പറഞ്ഞു ഒരു കാലത്തും ഇത് നന്നാവാൻ പോകുന്നില്ല, നിങ്ങൾ ഈ പാവപ്പെട്ട ആശമാരെ എന്തൊരു കബളിപ്പിക്കലാണ് നടത്തിയതെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. KN ബാലഗോപാൽ മറുപടി പറഞ്ഞു. കണക്കുകൾ ഉദ്ധരിച്ച് സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞ് ബാലഗോപാൽ അന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ആശമാർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കും, നിങ്ങൾ പറയുമ്പോൾ ഇപ്പം തന്നെ അത് ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട്, കൃത്യമായി ഞങ്ങൾ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് എത്ര തവണ നിയമസഭയ്ക്കകത്ത് അലമ്പുണ്ടാക്കി, ബഹളമുണ്ടാക്കി. ആര് പറഞ്ഞതാണ് ശരിയായത്? ഒക്ടോബർ മാസം 29-ാം തീയതി കേരള ഗവൺമെന്റ് തീരുമാനിച്ചു, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, ആശമാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഡേറ്റ് കറക്റ്റ് അല്ലേ? ഒക്ടോബർ 29-ന് 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ആശമാർ സമരത്തിൽ ഇപ്പോൾ 7000 എന്നുള്ളത് 8000 ആയിട്ട് കേരളത്തിൻ്റെത് മാറുകയാണ്. 8000 ആയി. അവിടെ കൊണ്ട് തീരുന്നില്ല. ആശമാർ ഇപ്പോൾ സമരമൊക്കെ ഒന്നുമില്ല, സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒന്നുമില്ല. മണ്ഡല മകരവിളക്ക് കാലം കഴിയുമ്പോൾ മലയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോരുന്നു എന്ന് പറഞ്ഞതുപോലെ, അവസാനത്തെ അയ്യപ്പനും ഇറങ്ങിപ്പോരുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്. സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആശമാരില്ല, സമരമില്ല, പ്രതിഷേധം, പ്രക്ഷോഭം, പ്രകടനം, പ്രമേയങ്ങൾ ഒന്നുമില്ല. എല്ലാവരും വിട്ടമട്ടാണ്. ആ വിട്ടമട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ജനുവരി മാസം 29-ാം തീയതി ഈ മനുഷ്യൻ സെക്രട്ടേറിയറ്റിൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അവിടെ വീണ്ടും പറയുകയാണ് ആശമാർക്ക് വീണ്ടും 1000 രൂപ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. ഞെട്ടിപ്പോയി. അവർ പോലും ആലോചിച്ചില്ല. ഞാൻ ചോദിച്ച ആശമാരോട്, എന്നെ വന്ന് കണ്ടതാണ്, ഞങ്ങളുടെ ജാഥ കഴിഞ്ഞു കേട്ടോ, ഞങ്ങളുടെ ജാഥ കല്ലാപ്പുറത്ത് ജാഥ ഉദ്ഘാടനം നടത്തിയ സഖാവ് R നാസർ ഇറങ്ങി ഞങ്ങൾ നിൽക്കുമ്പോൾ അനുജാമോൾ, കല്ലാപ്പുറത്തെ മുഹമ്മയിലെ അനുജാമോൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വിചാരിച്ചു നിവേദനമായിരിക്കും. തന്നോ? അല്ല, പറയാനാ. എന്താ പറയാനുള്ളത്? നന്ദിയുണ്ട്. ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല, ഇപ്പൊ വീണ്ടും ഞങ്ങൾക്ക് 3 മാസത്തിനകം വീണ്ടും കൂട്ടിത്തരുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല പറയുന്നു ഒരു സാധാരണക്കാരിയായ ആശ പറയുന്നു. വീണ്ടും കൂട്ടി 3 മാസത്തിനകം 2000 രൂപ ആശമാർക്ക് കൂട്ടുന്നു. ഇപ്പൊ എങ്ങനെ കണക്ക്? 9000 കേരളത്തിൻ്റെത്, 3000 ആണെങ്കിൽ അല്ലെങ്കിൽ 4000 ആണെങ്കിൽ 60% കേന്ദ്രത്തിൻ്റെത്, 40% വീണ്ടും കേരളത്തിൻ്റെത്. ഒരു കുഞ്ഞി പൈസ കേന്ദ്രം കൂട്ടിയോ? നിർമ്മല സീതാരാമൻ എന്നൊരു കേന്ദ്രമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചല്ലോ, 1 രൂപ കൂട്ടിയോ? ഒരു മനുഷ്യനെ പരിഗണിച്ചോ? ആശമാർക്ക് വേണ്ടി വാദോരാതെ പറഞ്ഞവർ, സെക്രട്ടറിയുടെ മുമ്പിൽ പോയി ഇന്ന് മുതലക്കണ്ണീർ ഒഴുക്കിയവർ, ശോഭാ സുരേന്ദ്രനൊക്കെ ഉറഞ്ഞു തുള്ളുകയായിരുന്നില്ലേ അവിടെ വന്ന് നിന്നിട്ടും? സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ, ഇവരെല്ലാവരും വന്നിട്ട് എന്തൊരു വർത്തമാനമായിരുന്നു പറഞ്ഞതെല്ലാം. അവർക്കൊരു ബജറ്റ് അവതരിപ്പിക്കാമല്ലോ. നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്രമാണ്. നമുക്കാണെങ്കിൽ വലിയ വരുമാനം ഇല്ല. GST വന്നതുകൂടി വലിയ പ്രയാസം. ആ പ്രയാസങ്ങൾക്കിടയിൽ നിന്ന് നികുതിയേതര വരുമാനം നമ്മൾ ഉണ്ടാക്കി. നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പൈസ അടയ്ക്കേണ്ടി വരും കൂടുതലായിട്ട്. നികുതിയേതര വരുമാനം, ഈ കേരള ചരിത്രത്തിൽ നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ച ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയേ ഉള്ളൂ. ആ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേര് ഈ ഇരിക്കുന്ന KN ബാലഗോപാൽ എന്നാണ്. വലിയ വർധനവ് ആ കാര്യത്തിലുണ്ടായി. അങ്ങനെ വർദ്ധിപ്പിച്ച് നമ്മളിതെല്ലാം കൊടുക്കുന്ന അവസരത്തിൽ എല്ലാ സമ്പത്തും ബ്രഹ്മാവിന് ആയുസ്സിന് പഞ്ഞമില്ല എന്ന് പറയുന്നത് പോലെ പൈസയ്ക്ക് പഞ്ഞമില്ലാത്തൊരു കേന്ദ്രം അവിടെ ഇരിക്കല്ലേ. 1 രൂപ വേണ്ട, 1 പൈസ ഈ ആശമാരുടേത് വർദ്ധിപ്പിച്ചോ? സഖാവ് KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനേക്കാൾ എത്ര വലിയ ബജറ്റ് അവതരിപ്പിക്കലാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ചെയ്യുന്നത്. 1 പൈസ പോലും അവതരിപ്പിച്ചില്ല. ആരെയെങ്കിലും പരിഗണിച്ചോ? ആരെയും പരിഗണിച്ചില്ല. ഒരു പരിഗണനയും ആർക്കും കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ലാത്തതാണ്. കടലാമയ്ക്ക് പരിഗണന കിട്ടി. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ BJPക്കാർ കടലാമയെ തപ്പി നടക്കുകയാണ്. ഒരു നോക്കട്ടെ, കടലാമയെ പിടിച്ചാൽ വേറെ കേസാണ്, അത് അത്തരത്തിൽ നിൽക്കട്ടെ. ആകെ കൊടുത്തൊരു പരിഗണന കടലാമയ്ക്ക് കിട്ടിയ പരിഗണന മാത്രമാണ്. കടലാമയ്ക്ക് കൊടുക്കുന്ന പരിഗണനയുടെ 10-1 പരിഗണന ഈ കേരളത്തിലെ, ഇന്ത്യയിലെ
പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ നരേന്ദ്രമോദി എന്ന 56 ഇഞ്ചിൻ്റെ നെഞ്ചളവുമായി നിൽക്കുന്ന ആളിന് കഴിച്ചിട്ടുണ്ടോ? മോഡി കേരളത്തിൽ വന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും തിരുവനന്തപുരത്ത് വന്നു. എല്ലാ പത്രങ്ങളും എഴുതി റോഡ് ഷോ നടത്തി എന്നും. ഭരണാധികാരി ഷോയാണ്. ഷോ എന്നാൽ പ്രകടനം എന്നാണ്. ഒരു ഭരണാധികാരി പ്രകടന വസ്തു അല്ല. മോഡി പക്ഷേ എല്ലായിടത്തേക്കും വരുന്നത് പ്രകടന ഇനമായിട്ടാണ്, പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യക്ക് വേണ്ടത് പ്രകടനത്തെ അല്ല. ഇന്ത്യക്ക് വേണ്ടത് അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു പ്രകടന വസ്തുവിനെ അല്ല. ഇന്ത്യക്ക് വേണ്ടതും ഒരു ജനതയ്ക്ക് വേണ്ടി ഇടപെടുന്ന, ഒരു ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയെയാണ് ഇന്ത്യക്ക് വേണ്ടത്. ദൗർഭാഗ്യവശാൽ എപ്പോഴും ഒരു പ്രദർശന വസ്തുവായിട്ടാണ് വരുന്നതെല്ലാം. പ്രദർശനമല്ല ആവശ്യം, ഇടപെടലാണ് ആവശ്യം. ഈ കേരളം അവതരിപ്പിച്ച ബജറ്റിലൂടെ ആ ഇടപെടലാണ് നടത്തിയത്. അംഗൻവാടി വർക്കർമാർക്ക് 1000 രൂപ, ഹെൽപ്പർമാർക്ക് 500 രൂപ. ചില ഹെൽപ്പർമാരൊക്കെ വന്ന് പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്കൂടെ 1000 ആക്കേണ്ടതായിരുന്നു എന്നത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും. ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വീണ്ടും അതെത്തുമ്പോൾ നമുക്ക് ആ വർധന ഉണ്ടാക്കാം. സ്കൂൾ പാചക തൊഴിലാളികൾ 25 രൂപ കൂട്ടാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തൻ അപ്പോൾ തന്നെ എഴുതി, ആർക്ക് വേണം ഇവൻ്റെയൊക്കെ ഈ നക്കാപ്പിച്ച മാസം 25 രൂപ? കഷ്ടമല്ലേ? ഒരു ചായക്കെങ്കിലും തികയുമോ? ഒരു മാസം 100 രൂപയെങ്കിലും കൊടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് തോന്നി. പാവങ്ങൾ വായിക്കാത്തത് കൊണ്ടൊന്നുമല്ല, ചിലരെല്ലാം അങ്ങനെയാണ്. ഒരു ദിവസം 25. അത് എന്തിനാണ് ഈ ബാലഗോപാൽ ഇങ്ങനെ എഴുതിയത്? അവരുടെ കണക്ക് അങ്ങനെയാണ്. ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അത് നിശ്ചയിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിലാണ്. ദിവസം 25. കുറച്ച് പേരങ്ങ് കൊണ്ടുപിടിച്ചങ്ങ് ഷെയർ ചെയ്യുകയായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് ആരെയാണ് നമ്മൾ പരിഗണിക്കാതിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഈ നാട്ടിലെ ഏതൊരു മനുഷ്യരെയും, ഞങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്ന ഒരു പ്രശ്നം, എല്ലാ രാത്രികളിലും ഞങ്ങൾ വരുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3-4 കേസെങ്കിലും ഉണ്ടാവുന്ന ഒരു കാര്യം ഞാനൊക്കെ അനുഭവിക്കുന്നത് ആക്സിഡൻറ്റിൻ്റെ പ്രശ്നമാണ്. ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു. ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ വഴിയിൽ കാണുന്നവരെല്ലാം കൂടി ഈ ആളിനെ വാരിയെടുക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. നിങ്ങൾ ഇവിടെയും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തുന്നു, പറഞ്ഞു പെട്ടെന്ന് തന്നെ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണം. പ്രഥമ ശുശ്രൂഷ, പ്രാഥമികമായ ശുശ്രൂഷകൾ കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ആശുപത്രിയിലേക്ക് വിടുകയാണ്. ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന വലിയ പ്രശ്നം. അവിടുന്ന് നേരെ ചിലപ്പോൾ എറണാകുളത്തും മറ്റും കൊണ്ടുവരുന്നു. അവിടെ ചെല്ലുമ്പോൾ ആശുപത്രിയിൽ ICU അല്ലെങ്കിൽ അവിടെ ഇതാക്കുന്നു. എന്നിട്ട് ഉടൻ പറയുന്നു ഒരു 2 ലക്ഷം രൂപ അടയ്ക്കണം, പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയുന്നു. 2 അടയ്ക്കാൻ പറയുന്നു, അല്ലെങ്കിൽ 3 അടയ്ക്കാൻ പറയുന്നു, 1 ലക്ഷം അടയ്ക്കാൻ പറയുന്നു. ഞാനൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അത്. പൈസ അടയ്ക്കാൻ പറയുമ്പോൾ എവിടുന്ന് അടയ്ക്കാൻ കഴിയുക? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ പേയിലൂടെ വല്ലോ അത് അന്നേരം കൊടുക്കാമെന്ന് വിചാരിക്കാം. അക്കൗണ്ടിൽ പൈസ ഇല്ല, പണയം വെക്കാൻ ഒന്നുമില്ല. ഈ പാതിരാത്രിയിൽ പണത്തിന് വേണ്ടി എങ്ങോട്ടേക്ക് ഓടുമെന്ന് ആലോചിക്കുക. എത്ര ആശുപത്രിക്കാരെ ഓരോ ആഴ്ചകളിലും ഞാനും വിളിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇന്നാരാണ്, ഒന്ന് സഹായിക്കണം, എന്ത് ഇത് വന്നാലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ചെയ്യാം. അപ്പോൾ ഈ വീട്ടുകാർ പറയും, എന്നോടൊരു ദിവസം ഒരു അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, 19 വയസ്സുള്ള മകൻ ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുകയാണ് സാർ, ഇതേപോലെയാണ്. ഇവർ പറയുന്നു ഇപ്പോൾ പൈസ അടച്ചെങ്കിലേ ഓപ്പറേഷൻ പറ്റുള്ളൂ സാർ, ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അടുത്ത വാചകമാണ് വല്ലാണ്ടായിപ്പോയത്. എനിക്ക് തന്നെ, നമ്മൾ പോലും വല്ലാണ്ട് നടുങ്ങിപ്പോകുന്നു. ആ ആൾ പറയുകയാണ്, സാർ ഞാൻ എൻ്റെ കിഡ്നി വേണമെങ്കിൽ കൊടുക്കാമെന്ന്. അവർക്ക് ഉറപ്പിന് വേണ്ടി, എനിക്ക് വേറെ ഒന്നും ഒരു ഉറപ്പായിട്ട് പറയാനില്ല, എൻ്റെ കിഡ്നി കൊടുത്തിട്ട് പോകാം എന്ന് ഞാൻ ഇവർക്ക് വേണമെങ്കിൽ ഗ്യാരണ്ടി കൊടുത്ത് ഏത് മുദ്രപത്രത്തിലും ഒപ്പിടാം. സാറേ എനിക്കൊരു മോനേ ഉള്ളൂ, എനിക്ക് അവനെ നഷ്ടപ്പെടാനൊക്കില്ല, സാർ ഇടപെടണം എന്ന് പറഞ്ഞു. ഒരു 19കാരൻ എൻ്റെ വീട്ടിലും നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആ അച്ഛൻ പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിക്കാൻ കഴിയുകയെന്ന് എനിക്കന്നുണ്ടായ ധർമ്മസങ്കടം എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പൊതുപ്രവർത്തകൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമായിരിക്കും ഇതെല്ലാം. നമ്മുടെയൊക്കെ വീടുകളുമായി ബന്ധപ്പെട്ടൊക്കെയും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അനുഭവങ്ങൾ നമുക്കും അറിയാം. ഏതെങ്കിലും അത്തരം ആശുപത്രികളിലേക്ക് പോകുമ്പോൾ ഉടൻ തന്നെ പൈസ കെട്ടിവെച്ചിരിക്കണമെന്ന് പറയുകയാണ്. ആശങ്കയാണ്. നമ്മൾ പണം കെട്ടിവെച്ചില്ലെങ്കിൽ ഒരു ചികിത്സിക്കുമോ, ഓപ്പറേഷൻ നടത്തുമോ, ചെയ്യാണ്ടിരിക്കുമോ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റുമോ, എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറ്റുമോ, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? വല്ലാത്തൊരു ആശങ്ക, വല്ലാത്ത ബുദ്ധിമുട്ടും. അപകടത്തിൻ്റെ രംഗത്തേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ തകർന്നു പോകും. രാത്രി നേരത്തെ അല്ലെങ്കിൽ ഏത് നേരത്തായാലും നമ്മൾ അറിയുകയാണ് ഒരു അപകടം പറ്റി. എന്തു പറ്റില്ല, കരഞ്ഞു കൂവി വിളിച്ചല്ലേ നമ്മൾ കിട്ടുന്നതും വാരി എടുത്തൊടുത്തൊരു വണ്ടിയും വിളിച്ചിട്ട് ഈ ആശുപത്രിയിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോഴാണ് വീണ്ടും അടുത്ത സമ്മർദ്ദത്തിലേക്ക് നമ്മളാവുന്നത്. പണം ഉണ്ടാക്കുക. ഇപ്രാവശ്യം ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിനൊരു പരിഹാരം
ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടായി. ആ ബജറ്റിനകത്ത് KN ബാലഗോപാൽ ആ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഈ കേരളത്തിലുണ്ടാവുന്ന ഏത് അപകടമുണ്ടായാലും ആ അപകടത്തിൽ ഒരാൾ പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിലോ സർക്കാരിന്റെ ലിസ്റ്റിൽപ്പെടുന്ന ഏറ്റവും വലിയ ആശുപത്രികളിലും ഒരാളെ പ്രവേശിപ്പിച്ചാൽ ആദ്യത്തെ 5 ദിവസത്തെ ചികിത്സ സമ്പൂർണമായി സൗജന്യമായിരിക്കും എന്ന് ഈ മനുഷ്യൻ പ്രഖ്യാപിച്ചപ്പോൾ അന്നുള്ളിലുണ്ടായ സന്തോഷം ചെറുതല്ല. ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയ ആളിനെ വിട്ടുകഴിഞ്ഞാൽ ആ ആശുപത്രിക്കാരോട് പറയുകയാണ്, നിങ്ങളങ്ങ് സൗജന്യമായി ചെയ്യണം. അല്ല, ആദ്യത്തെ 5 ദിവസത്തെ പൈസ കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുക്കും, ഈ ഖജനാവിൽ നിന്ന് കൊടുക്കും എന്നാണ് ഈ മനുഷ്യൻ KN ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിച്ചെന്ന് പറഞ്ഞത്. ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്ന, ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ പദ്ധതി നടപ്പിലാക്കുന്നതോ? അതാണ്. അത്രമേൽ കൃഷി വകുപ്പിന് ഇച്ചിരി കൂട്ടി തന്നിട്ടുണ്ട്, എൻ്റെ മണ്ഡലത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. എനിക്കതിനേക്കാൾ സന്തോഷം തീർച്ചയായിട്ടും പറയാം. എനിക്ക് ചർച്ചയിൽ പങ്കെടുത്തൊരു പ്രസംഗിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട്, മന്ത്രിമാർക്കില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്, അതിൻ്റെ പേരിൽ പറയുന്നതാണ്. ഡെഡ് ബോഡി വിട്ടുകിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞത് ഇതിനാക്കാൻ വേണ്ടിയല്ല പറയും, അത്ര അനുഭവങ്ങൾ ചിലതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ പോയി നിന്നിട്ടുണ്ട് പണം അടയ്ക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ. എന്തൊരു പ്രയാസം! ആ പ്രയാസത്തിൻ്റെ ഒരു വലിയ പരിഹാരമാണ്. ഒരിക്കലും ഒരു മനുഷ്യരും ബാലഗോപാലെ നിങ്ങളെ മറക്കില്ല ഈ കാര്യത്തിനകത്ത്. അത് ഉറപ്പുണ്ട്. അത് നിങ്ങളാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. ഈ ഗവൺമെൻറ്റാണ് ആ പരിപാടി നടപ്പിലാക്കുന്നത്. അതൊരു ചെറിയ കാര്യം അല്ല. ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ നോക്കിയൊരു മുഖമുണ്ട്. അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖമാണ്. എൻ്റെ അമ്മേ, കടന്നൽ കുത്തി പോലെ ഇരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അപഹരിച്ചെടുത്തോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ആ തരത്തിലിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു, എങ്ങനെയുണ്ട് ബജറ്റിനെ കുറിച്ച് എന്തു പറയുന്നു? അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായ മറുപടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വേറെ ബജറ്റ് അവതരിപ്പിക്കും. ചണ്ടമ്മേ, അപകടം പറ്റി ആശുപത്രിയിൽ പോയാൽ ആദ്യത്തെ 5 ദിവസം സമ്പൂർണ്ണമായ സൗജന്യം. ഇദ്ദേഹം തന്നെ കിടന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ച് നടന്ന ആശമാർക്ക് 3 മാസത്തിനിടയിൽ 2000 രൂപ. അംഗനവാടി വർക്കർമാർക്ക്, ഹെൽപ്പർമാർക്ക്, പാചക തൊഴിലാളികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാവരെയും പരിഗണിച്ച ഒരു ബജറ്റ്. കർഷകർക്ക്, തൊഴിലാളികൾക്ക് സകലരെയും ആ തരത്തിൽ സംരക്ഷിച്ച ഒരു ബജറ്റ്. അപ്പോഴാണ് പറഞ്ഞത്, വീണ്ടും അവർ ചോദിച്ചു, അല്ല ഈ ബജറ്റിനെ കുറിച്ച് വേറെ ബജറ്റ് ഞങ്ങൾ അവതരിപ്പിക്കും. പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം വി ശിവൻകുട്ടിയെ പറഞ്ഞതുപോലെ ഒരു വാക്കും ഞങ്ങളുടെ ആരുടെയും വായിൽ നിന്ന് വീഴുകയില്ല. സഭയ്ക്കകത്തും വീഴില്ല, സഭയ്ക്ക് പുറത്തു വെച്ചും പറയൂല. അദ്ദേഹത്തിനോട് എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ആദരണീയനായ ശ്രീ VD സതീശൻ, അങ്ങയ്ക്ക് ബജറ്റ് അവതരിപ്പിക്കാം, പക്ഷെ അത് കേരളത്തിൻ്റെ നിയമസഭയിൽ പറ്റൂല. പുത്തരിക്കണ്ടം മൈതാനത്തോ തേക്കിൻകാട് മൈതാനത്തോ ഒരു പന്തൽ കെട്ടി അവിടെ കാണും അവതരിപ്പിക്കാവുന്നുള്ളതല്ലാതെ കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിക്കാം എന്ന് അങ്ങ് വിചാരിക്കരുത്. ഇത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ പറഞ്ഞതൊന്നും നമുക്ക് വേറെ എവിടെ നിന്നും അറിയേണ്ട കാര്യം. കേരളത്തിലെ ജനങ്ങൾ ഈ കേരളത്തിൽ അനുഭവിക്കുന്ന വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മാത്രമാണ്. ആ അനുഭവത്തിൻ്റെ കരുത്തിൽ ആ ജനത ഇടതുപക്ഷത്തെ അല്ലാതെ വേറെ ആരെയാണ് സ്വീകരിക്കാൻ കഴിയുക? 18 മാസം ഈ പെൻഷനിൽ മൊത്തം കുടിശ്ശിയാക്കിയ നിങ്ങളെയാണോ അതിനുവേണ്ടി സ്വീകരിക്കാൻ കഴിയുക എന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെ ആരെയാണ് പരിഗണിക്കാത്തത്? വീട്ടിലുള്ള അമ്മച്ചിയും അപ്പച്ചനും എല്ലാം പെൻഷൻ വാങ്ങിക്കുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾക്ക്, മറ്റുള്ള സ്ത്രീകൾക്ക് അതിനകത്തൊരു ചെറിയ പ്രയാസം ഉണ്ടെന്നില്ലേ? നിങ്ങളുടെ മനസ്സ് ഈ ഗവൺമെൻറ് കണ്ടു. വീട്ടിൽ ഓരോ വീട്ടമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. അവരോട് ചോദിക്കും, എന്താ ജോലി? ഒരു ജോലിയില്ല. ഭർത്താവിനോട് ചോദിക്കുക, ഭാര്യയ്ക്ക് എന്താ ജോലി? ഒരു ജോലിയില്ല. ആ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുന്നത് പാത്രം കഴുകുന്നത്, മുറ്റം തൂക്കുന്നത്, തുണി കഴുകുന്നത്, ഭക്ഷണം വെക്കുന്നത്, വിളമ്പുന്നത്, പിന്നത് വീണ്ടും കഴുകുന്നത്, മുഴുവൻ കാര്യവും ചെയ്യുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുക, എന്താ ജോലി? ഒന്നുമില്ല. അവരും പറയും, ആ വീട്ടിലുള്ളവരും പറയും, ഇവർക്കൊരു ജോലിയില്ലെന്ന്. ഈ ജോലി മൊത്തം ചെയ്യുന്നത് പിന്നെ ആരാന്ന് ചോദിച്ചാൽ ഇവരാണ്. അങ്ങനെയുള്ള വീട്ടമ്മമാരെ പരിഗണിക്കാൻ തീരുമാനിച്ചത് ഈ ഗവൺമെൻറ്റാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് 30 ലക്ഷം പേർക്ക് ഈ കേരളത്തിൽ 1000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷകൾ ആയിട്ടുണ്ട്. ഈ വികസന സന്ദേശ ജാഥയ്ക്കകത്ത് ഇതൊക്കെ പറയാൻ നമ്മൾ നിൽക്കുന്നതെല്ലാം എല്ലാവരും അതിൻ്റെ അപേക്ഷ കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരുണ്ടല്ലോ, ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവരുണ്ടല്ലോ, ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളത്തിൻ്റെ അകത്ത്, ഇച്ചിരി ദൂര സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്
ഒക്കെയായി പഠിക്കാൻ പോകുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നല്ലൊരു പങ്കും. അങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒന്ന് അവധിക്ക് വീട്ടിൽ വന്നിട്ട് തിരികെ പോകാൻ നേരത്ത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ള കാശല്ലാണ്ട് ഒരു 10 രൂപ കാശൊന്ന് ചായ കുടിക്കും മോളെ അല്ലെങ്കിൽ മോനെ എന്ന് പറഞ്ഞ് കൊടുത്ത് യാത്രയാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ വിഷമിച്ച് നിൽക്കുന്ന അമ്മമാരും അച്ഛന്മാരും നമ്മുടെ നാട്ടിലില്ലേ? അവരുടെ കൂടെ പഠിക്കുന്ന മറ്റുള്ള ചില കുട്ടികളെങ്കിലും പോക്കറ്റ് മണിയുമായി എത്തുമ്പോൾ ഒരു പോക്കറ്റ് മണിയും കൊടുക്കാൻ നിർവാഹമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന അച്ഛനും അമ്മയില്ലേ? ആ കുഞ്ഞനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കുക. ആ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കുക. ആ ബുദ്ധിമുട്ടിനും ഇന്ത്യയിൽ പരിഹാരമുണ്ടാക്കിയത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റാണ്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചത് ഈ ഗവൺമെൻറ്റാണ്. നടപ്പിലാക്കി തുടങ്ങി എന്ന കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. 1000 രൂപ ജനുവരി മാസത്തേത് ആ കുഞ്ഞുങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞു ഈ ഗവൺമെൻറ്. ഇനിയും ആർക്കും അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന തരത്തിൽ ഇങ്ങനെ ആരെയാണ് ഈ ഗവൺമെൻറ് പരിഗണിക്കാതിരുന്നതെന്ന് ആലോചിച്ച് നോക്കാം. നിരവധിയായ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ അനുഭവത്തിലാണ് ഒരു നാടും ജനതയും നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് കൈയൊഴിഞ്ഞ ജനവിഭാഗത്തെ പോലും നമ്മൾ ചേർത്ത് പിടിച്ചു എന്നുള്ളത് ഈ കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എത്ര മനുഷ്യർ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ തൊഴിലുറപ്പ് എന്നുള്ളത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയെയും വെട്ടി, ഉറപ്പും വെട്ടി. ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. ആ രണ്ടും അവർ വെട്ടുമ്പോൾ ഈ കേരളം 1000 കോടി രൂപ ഈ പദ്ധതിക്ക് വീണ്ടും നീക്കി വെച്ചുകൊണ്ടാണ് ഈ കേരളത്തിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനും സഹായിക്കാനും തീരുമാനിച്ചത്. ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ആരെയും നമ്മൾ കൈയൊഴിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതും എല്ലാവരെയും ചേർത്ത് നിർത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയമെല്ലാം. ആ ഗവൺമെൻറ്റിനെ തകിടം മറിക്കാനുള്ള എല്ലാ നീക്കവും ആലോചിച്ചാണ് ഒരു സംഘം നിൽക്കുന്നത്. അവർക്ക് വേണ്ടി വേറെ കുറേ പേരൊക്കെ ആ ആലോചനയിൽ നിൽക്കുന്നുണ്ട്. ആ ആലോചനയിൽ നിൽക്കുന്നതിൻ്റെ പേരിലാണ് പലയിടങ്ങളിലും പലതും സംഭവിക്കുന്നത് കാണുന്നെല്ലാം. കൊട്ടാരക്കരയിൽ ഒരു കാര്യം സംഭവിക്കുന്നു, നിയമസഭയ്ക്കകത്ത് പുറത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇവരങ്ങനെ പറഞ്ഞു, നമുക്ക് ജയിക്കാൻ വലിയ പ്രയാസമാണ്, അതുകൊണ്ട് പഴയതൊക്കെ ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. നമ്മൾ പറയൂലേ, ചിലയിടത്തെല്ലാം പഴയ ചാക്ക് പുസ്തകം പേപ്പർ വല്ലതും വിൽക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് പോലെ കോൺഗ്രസ് പഴയത് വല്ലതും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പഴയ ഒന്നിനെ കൊടുത്തു. പലരും അങ്ങനെയാണ്, വീട്ടിലിരിക്കുന്ന പഴയതെല്ലാം ചിലപ്പം എടുത്ത് മാറ്റി അങ്ങ് കൊടുക്കാമെന്ന് തീരുമാനിക്കും. ഇതൊക്കെ ഈ കനകോലുവിൻ്റെ ഏർപ്പാടാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ആലോചിച്ചോണം. 2-3 ദിവസമായി സഭയ്ക്കകത്ത് എന്തൊരു ബഹളമാണ്. അയ്യപ്പൻ്റെ പേര് പറഞ്ഞാണ് നിൽക്കുന്നതെല്ലാം. അയ്യപ്പൻ്റെ പേര് ഒരു ഹൈക്കോടതിയിലെ ഒരു ബെഞ്ച് അദ്ദേഹം ഇടക്കിടക്ക് എന്തൊക്കെയോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല. പക്ഷേ ഈ കാര്യം നോക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ബെഞ്ച് പറഞ്ഞു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിപൂർണമായ തൃപ്തിയാണ് എന്ന്. സർക്കാരിന് യാതൊരിതുമില്ല. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ ഒരു അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ പേരിൽ സർക്കാർ ഉത്തരം പറയണം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയാണ്. ഇന്നും ഈ നിയമസഭയിൽ ആ ബഹളമെല്ലാം ഉണ്ടാക്കി. നമുക്ക് കേന്ദ്രം തരാനുള്ളതിനെക്കുറിച്ച് ഒരു വർത്തമാനം പറയാൻ അവരാരും തയ്യാറല്ല. കഴിഞ്ഞ ദിവസമാണ് ഒരു കത്ത് കൃഷി വകുപ്പിൽ കിട്ടിയപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയത്. ആ കത്തിനകത്ത് പറയുന്നത്, ഈ ഇന്ത്യയിൽ നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകുന്ന പൈസയ്ക്ക് പുറമെ ചില സംസ്ഥാനങ്ങൾ, എന്നാൽ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾ കൂടുതലായി പൈസ കൊടുക്കുന്നു. ഇന്ത്യയിൽ നെല്ല് സംഭരണത്തിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് കേരളമാണ്. അപ്പം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പണം മുടക്കുന്നു. അവിടെ കൊണ്ട് നമ്മളെ അഭിനന്ദിക്കാൻ പറഞ്ഞതാണെന്ന് ആരും വിചാരിക്കരുത്. അടുത്ത വാചകമാണ്, ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ ആൾക്കാർ കൃഷി ഇറക്കുകയും കൂടുതൽ വിളവുണ്ടാവുകയും ചെയ്യുന്നു. എൻ്റെ അമ്മേ, കൃഷി ഉണ്ടായാൽ കൂടുതൽ വിളവുണ്ടാവണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഉണ്ടാവും എന്ന് പറയാം അല്ല. അടുത്ത വാചകം, അത് ഗവൺമെന്റിന് വലിയ ബാധ്യതയാവുന്നു. ഏത് ഗവൺമെന്റിന്? കേന്ദ്ര ഗവൺമെന്റിന് വലിയ ബാധ്യതയാവുന്നു. അതുകൊണ്ട് ചീഫ് സെക്രട്ടറി പറയുകയാണ്, നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന പൈസ ഇങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അത് കട്ട് ചെയ്യുകയും ചെയ്യുക. കേരളം ഇങ്ങനെ കൊടുക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. ഇന്ന് കേരളം പൈസ കൊടുക്കുന്നത്, നെല്ലിനൊക്കെ പൈസ കൊടുക്കുന്നത് ഒഴിവാക്കണം എന്ന് രേഖാമൂലം ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയാണ്.
കൊട്ടാരക്കരയിലെ BJP-ക്കാരത് അറിഞ്ഞോന്ന് എനിക്ക് എത്ര പിടി പോരാ. നമ്മുടെ മറ്റു മാധ്യമങ്ങൾ പലരും ഇതൊക്കെയാണ് രേഖാമൂലം കൃഷി വകുപ്പിന് കിട്ടിയ കത്താണ്. സഖാവ് ബാലഗോപാൽ ഇന്നലെ അത് സഭയിൽ പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് സംസാരിക്കാൻ മറുപടി പറയാനുള്ള അവസരം കിട്ടിയപ്പോൾ ഈ കാര്യമൊക്കെ ചർച്ച ചെയ്യേണ്ടുന്നിടത്ത് ട്രംപും മോഡിയും കൂടി ചേർന്നൊരു കരാറുണ്ടാക്കി ഇന്ത്യയെ കൊള്ളയടിക്കാൻ നിൽക്കുന്ന അവസരത്തിൽ പോറ്റിയുടെയും ഭണ്ഡാരിയുടെയും കൊള്ളയുടെ കാര്യം പറഞ്ഞ് കേരളത്തിൻ്റെ സഭ മുടക്കുക എന്നുള്ളൊരു രീതിയാണ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ UDF-ഉം കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ദയനീയമാണതെന്ന് ആലോചിച്ച് നോക്കാം. ഇവരെക്കുറിച്ചായിരിക്കും ഈ മലയ്ക്ക് പോകുന്നവർ പണ്ടേ പറയുമല്ലോ, സ്വാമിയെ അയ്യപ്പോ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഇവരെ ഉദ്ദേശിച്ചായിരിക്കും ഈ അറിവില്ല പൈതങ്ങളെ എന്ന് പറയുന്നത്. ഇവന്മാരെ മാത്രം ഉദ്ദേശിച്ചായിരിക്കും എന്നാണ്, ഈ UDF-നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാവാനാണ് ഒരു സാധ്യത. ഈ കൂട്ടരെ മാത്രം ഉദ്ദേശിച്ച് അറിവില്ല പൈതങ്ങൾ. ആ അറിവില്ല പൈതങ്ങളല്ല, ഇച്ചിരി മുതിർന്ന അറിവില്ല പൈതങ്ങൾ അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകൾ, അവർ ഈ കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ ബഹളമെല്ലാം വെച്ച് കൂട്ടുന്നത് അടുത്തൊരു ഗവൺമെൻറ് തങ്ങളുടെ ഉണ്ടാകും എന്ന് വിചാരിച്ചാണ്. പണ്ട് ഈ തീവണ്ടി, ഇപ്പം 2 വണ്ടികൾ, തീവണ്ടി പറയില്ല, ട്രെയിൻ 2 എണ്ണം ഇപ്പം ഇതുവഴി പാസ് ചെയ്തു പോയി. പണ്ട് ഈ തീവണ്ടി ഇറങ്ങിയ കാലത്ത് ഒരു കാരണവരോട് പറഞ്ഞു, ഇങ്ങനൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് നമ്മുടെ ബസ് പോലുള്ള വണ്ടികൾ കൂട്ടിച്ചേർത്ത് ഒരു വലിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണവർ പറഞ്ഞു, ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, അങ്ങനൊരു വണ്ടിയും എങ്ങും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടി ഈ കാരണവരെ ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഒരു വണ്ടി, ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. കാരണം ചോദിച്ചു, ഈ വണ്ടിയാണോ അപ്പോൾ ഓടും എന്ന് നിങ്ങൾ പറഞ്ഞത്? ഏതിലേക്ക് ഓടുമെന്ന? ഒരിക്കലും ഈ വണ്ടി ഓടത്തേ ഇല്ല എന്ന് കാരണം. അങ്ങനല്ല, ഈ വണ്ടി ഓടും എന്നായി ബാക്കിയുള്ളവർ. കാരണവർ പോയി അതിലേക്ക് തൊട്ട് നോക്കി, ഇരുമ്പാണ്, കട്ടിയുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയേക്കുന്ന വണ്ടിയാണ്. കാരണം പറഞ്ഞു, ഒരിക്കലും ഈ വണ്ടി ഓടില്ല. ഇതിന്റെ ടയറൊക്കെ എവിടെ? കാരണവർ കുനിഞ്ഞും കമർന്ന് കിടന്നും ഒക്കെ നോക്കിയപ്പോൾ കാരണം പറഞ്ഞു, ഒരിക്കലും ഇത് ഓടാൻ പോകുന്നില്ല. ഈ വലിയ വണ്ടി ഇതിനകത്ത് മൊത്തം ആളിനെയും കയറ്റി ഇരുത്തിയിട്ട് എങ്ങനെ പോകുമെന്നാ കരുതുന്നത് എന്ന് പറഞ്ഞു, ഒരിക്കലും ഈ വണ്ടി ഓടില്ല, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ സമ്മതിക്കയില്ല എന്ന് കാരണവർ അച്ചട്ട് പറഞ്ഞങ്ങ് നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഈ വണ്ടി ഓടില്ല എന്നായി കാരണവർ. ഈ ബാക്കിയുള്ളവർക്ക് എന്താ പറയുക? സമയമായി. അവിടെ അതിൻ്റെ സൈറൺ മുഴങ്ങി, ബെല്ല് മണി അടിച്ചു. അപ്പോൾ വണ്ടി ഒന്ന് അനങ്ങുന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ കാരണം പറഞ്ഞു, അനങ്ങും, പക്ഷേ അല്പം പോലും നീങ്ങൂല, ഒരു നീക്കവും നടക്കൂല. കാരണം ഇത്രയും കട്ടിയുള്ള ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയേക്കുന്ന വണ്ടിയാണ്, അല്പം പോലും അനങ്ങൂല. അപ്പോൾ വണ്ടി ഒന്ന് അനങ്ങാൻ തുടങ്ങി. മൊത്തത്തിൽ അനങ്ങാൻ തുടങ്ങിയപ്പോൾ കാരണം പറഞ്ഞു, അനങ്ങും പക്ഷേ നീങ്ങൂല, അല്പം പോലും നീങ്ങൂല. വണ്ടി അതിൻ്റെ സമയത്തിട്ട് ഒന്ന് നീങ്ങാൻ തുടങ്ങിയപ്പോൾ കാരണം പറഞ്ഞു, നീങ്ങും പക്ഷേ അവിടെ വരെ പോവുള്ളൂ, അപ്പുറം പോലും പോവില്ല എന്ന് പറഞ്ഞു. വണ്ടി ചൂളം വിളിച്ച് നീങ്ങിപ്പോകാൻ നോക്കിയപ്പോൾ കാരണം പറഞ്ഞു, അത്രയും വരെ പോകും, അവിടെ വരെ പോകും, അല്ലാതെ ഒരു കാരണവശാലും ഈ വണ്ടി പോവുകയില്ല എന്ന് പറഞ്ഞു. കാരണവർ ചൂണ്ടിക്കാണിച്ച ഇടവും കഴിഞ്ഞ് വണ്ടി മുമ്പോട്ടേക്ക് ഇങ്ങനെ പോകുന്നു കണ്ടപ്പോൾ കാരണവർ പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഈ വണ്ടി ഇനി ഒരിക്കലും നിൽക്കാനേ പോകുന്നില്ല എന്നും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ VD സതീശനും കൂട്ടർക്കും കാരണവരാ പറഞ്ഞതുപോലെ പറയേണ്ടി വരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചിലതെല്ലാം ഉണ്ടായി. ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നിടത്ത് ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ കാരണവർ പറഞ്ഞ പോലെ അങ്ങനാണെങ്കിൽ ഇനി ഈ ഗവൺമെൻറ് നിൽക്കാനേ പോകുന്നില്ല എന്ന് ഈ കാരണവർ പറഞ്ഞതുപോലെ VD സതീശനും കോൺഗ്രസ്സുകാർക്കും പറയേണ്ടി വരും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അധികാരത്തിൻ്റെ രംഗത്തേക്ക് എത്താൻ പോകുന്നത് ഇടതുപക്ഷ മുന്നണി ആയിരിക്കും എന്ന് നിശ്ചയിക്കുകയും പറയുകയും ചെയ്യുന്നത് ഈ മുന്നണി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അനുഭവത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു നാടിൻ്റെ ജനതയാണ്. ആ ജനതയാണ് വികസനത്തെയും ക്ഷേമപ്രവർത്തനങ്ങളെയും അവരാഗ്രഹിക്കുന്നുണ്ട്. ഈ നാടിനെ തകർത്തെറിയാൻ പാടില്ല എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമാണ് ഈ നാട്ടിൽ യാഥാർത്ഥ്യമാകുന്നത്. ആ വികസനത്തിൻ്റെ സന്ദേശം ഈ നാടിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് 140 മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ജാഥകൾ നടക്കുന്നത്. സഖാവ് KN ബാലഗോപാൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം ഈ കൊട്ടാരക്കരയിൽ സാധ്യമാക്കിയ ആളാണ്.
അതേപോലെ രീതി എങ്ങും ഇല്ല എന്ന് ഞങ്ങൾക്കെല്ലാം ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങളോടൊന്നും അത് അധികം പറയില്ല എന്നുള്ളൂ. ഞാൻ പോയിട്ട് മിക്കവാറും എൻ്റെ കണക്കെല്ലാം മിക്കവാറും ബാലഗോപാൽ പറയാൻ തുടങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നതും. എല്ലാം നല്ലവണ്ണം ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കി. വിദ്യാർത്ഥി സംഘടനാ കാലത്തൊക്കെ പരിചയപ്പെട്ടു തുടങ്ങിയതാണ് ഞങ്ങളെല്ലാം. എത്രയോ തവണ ഒന്നിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാരത്തിനടക്കി നിന്നും, എത്രയോ തവണ ഒന്നിച്ച് മർദ്ദനമേറ്റു, എത്രയോ തവണ ഒന്നിച്ച് ജയിലുകളിലേക്കെല്ലാം പോയി. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് നടയിൽ എത്രയോ ഇടങ്ങളിൽ പോലീസ് ക്യാമ്പുകളിൽ മർദ്ദനങ്ങൾക്കിരയാവുമ്പോഴും നിശ്ചയദാർഢ്യത്തോടു കൂടി ആ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ആ പോരാട്ടത്തിൻ്റെ പാതകളിൽ അടിയുറച്ചു നിന്നത് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ മാത്രമാണ്. ആ നിലപാടുമായിട്ടാണ്, അനുഭവ സമ്പത്തുമായിട്ടാണ് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് നിങ്ങൾ സഖാവ് ബാലഗോപാലിനെ തെരഞ്ഞെടുത്ത് അയച്ചതും. CPIM ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല ഏൽപ്പിച്ചു. ഒരു വല്ലാത്ത കാലത്തും, കെട്ടകാലമെന്നൊക്കെ പറയുന്നത് പോലെ ഒരു വല്ലാത്ത കാലത്ത് എല്ലാ അർത്ഥത്തിലും ഞെക്കിക്കൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു ഭരണകൂടം തയ്യാറെടുത്ത് നിൽക്കുന്ന കാലത്തും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക മേഖലയെല്ലാം തകർത്തെറിയാൻ കച്ചകെട്ടി ഇറങ്ങുന്നവർ ഉണ്ടാവുന്ന അവസരത്തിൽ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് കോൺഗ്രസ്, BJPക്ക് എല്ലാ പിന്തുണയും പിൻബലവും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എത്ര ഗംഭീരമായിട്ടാണ് ഈ മനുഷ്യൻ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ ഭദ്രമാക്കി നിർത്തിയത് എന്നുള്ളതും, ഒരിക്കൽ പോലും പൂട്ടാത്ത ഒരു ട്രഷറിയിലൂടെ, ഒരിക്കൽ പോലും തകരാത്ത ഒരു സംവിധാനത്തിലൂടെ ഈ കേരളത്തിൻ്റെ ധനകാര്യ മേഖലയെ മുന്നോട്ടേക്ക് നയിക്കാൻ സഖാവ് ബാലഗോപാലിന് കഴിഞ്ഞു എന്നുള്ളതും ഇന്ത്യ ആകെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്കാകെ മാതൃകയായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യക്കാകെ മാതൃകയായ ഈ ധനകാര്യ വകുപ്പ് മന്ത്രി, കൊട്ടാരക്കരയുടെ ഏറ്റവും പ്രിയങ്കരനായ MLA, സമാനതയില്ലാത്ത വികസന മുന്നേറ്റം ഈ നാടിൻ്റെ മണ്ണിൽ ദൃശ്യമാക്കിയ സഖാവ് ബാലഗോപാൽ നാട്ടിൻപുറങ്ങളിൽ, നഗരങ്ങളിൽ, എല്ലായിടങ്ങളിലേക്കും ചെന്ന് വരുന്ന രണ്ട് ദിവസക്കാലം ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനം ഒക്കെയും അവതരിപ്പിക്കുന്ന ഈ ജാതിയിൽ പങ്കാളിയാവുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നവരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, ആവേശമുണ്ട്. ഒരിക്കൽ കൂടി ആ ആവേശവും അഭിമാനവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.